വേനൽക്കാലത്ത് പാമ്പുകടിയേറ്റ സംഭവങ്ങൾ കൂടുതലാവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ പാമ്പുകടിയേറ്റാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കുക, ഡു ഇറ്റ് റൈറ്റ്. സോ ഹിയർ ആർ സ്റ്റാൻഡ്സ് ഫോർ റിയഷ്യൂർ ദ പേഷ്യൻറ്റ്. കടിയേറ്റ ആളെ പേടിപ്പിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് എയ്ഡ്. കാരണം ചിലപ്പോൾ അത് വിഷമില്ലാത്ത പാമ്പാകാം, അല്ലെങ്കിൽ ഡ്രൈ ബൈറ്റ് ആയിരിക്കാം. ഡ്രൈ ബൈറ്റ് എന്നത് വിഷമുള്ള പാമ്പ് കടിച്ചിട്ടും ശരീരത്തിലേക്ക് വിഷം പ്രവേശിക്കാത്ത, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ എന്ന അവസ്ഥയാണ്. സിമ്പിളായി പറഞ്ഞാൽ പാമ്പ് കടിക്കും, പക്ഷേ വിഷമേൽക്കില്ല. അതാണ് ഡ്രൈ ബൈറ്റ്. പക്ഷേ ഇത് ഡ്രൈ ബൈറ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്, നമ്മളല്ല. കാരണം ചിലപ്പോൾ ചെറിയ ലക്ഷണങ്ങൾ മാത്രം കാണാം, പക്ഷേ പിന്നീട് അത് ഗുരുതരമാകാം. അതുകൊണ്ട് എല്ലാ സ്നേക്ക് ബൈറ്റും മെഡിക്കൽ എമർജൻസിയാണ്. അടുത്തത്, ഇമ്മൊബിലൈസ് ദ പേഷ്യൻറ്റ്. മസിൽ മൂവ്മെൻറ്റ് കുറക്കുന്ന രീതിയിൽ കടിയേറ്റ ഭാഗത്തൊരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്, എന്നാൽ മുറുക്കി കെട്ടുന്നത് ഒഴിവാക്കേണ്ടതാണ്. കടിയേറ്റ ഭാഗത്ത് മുറിവ് വരുത്തുകയോ കടിച്ചോ വിഷം നീക്കാമെന്ന് വിചാരിക്കരുത്. ഗോ ടു ദി ഹോസ്പിറ്റൽ ആൻഡ് ടെൽ ദ ഡോക്ടർ. പരമാവധി വേഗത്തിൽ ആൻറ്റി സ്നേക്ക് വെനം ലഭ്യമായ ആശുപത്രിയിൽ എത്തിക്കുക. ഓർക്കുക, ആദ്യത്തെ 1 മണിക്കൂർ ലൈഫ് സേവ് ചെയ്യാനുള്ള ഗോൾഡൻ അവറാണ്. കടിയേറ്റ ആളെ നടത്തിക്കൊണ്ടു പോകുന്നതും കിടത്തിക്കൊണ്ടു പോകുന്നതും ഒഴിവാക്കുക. ഇരുത്തിക്കൊണ്ടു പോകുന്നതായിരിക്കും ഉചിതം. ആൻറ്റി സ്നേക്ക് വെനം അവൈലബിളായ നിയറസ്റ്റ് ഹോസ്പിറ്റൽ കണ്ടെത്താൻ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർപ്പ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഓർക്കുക, പാമ്പ് കടിയേറ്റാലുള്ള ഏക ചികിത്സ ആൻറ്റി സ്നേക്ക് വെനം മാത്രമാണ്.